നിലമ്പൂരിൽ BJP എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ സാരഥി അധികാരമേറ്റിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ സംഘടന ഉടച്ചു വാർക്കാനോ ഇത് മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കാനോ കൃത്യമായിട്ട് ഇതിനെ ചലിപ്പിക്കാനോ എന്നുള്ള സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയ അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരാൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പോൾ ഒരു അലൂമിനിയം കുടത്തിൻ്റെ ഉള്ളിൽ തലയിട്ടിട്ടുള്ള പിന്നീട് അതിൽ നിന്ന് ഊരാൻ ബുദ്ധിമുട്ടുന്ന ഒരു പട്ടിയുടെ അവസ്ഥയിലേക്ക് പാവം രാജീവ് ചന്ദ്രശേഖർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വലിയ വീറും വാശിയോടും കൂടി രണ്ട് മുന്നണികളും അവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനമായിട്ടില്ല. UDFിൻ്റേത് ആര്യ ഷൗക്കത്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ തീരുമാനമാകുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ തന്നെ 2016 2.6% BJPക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന BJPയുടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഉറപ്പായും അവിടെ കുറയാനാണ് സാധ്യത എന്നുള്ളത് മറ്റാരേക്കാളും കൃത്യമായി രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ കുറഞ്ഞാൽ അത് താങ്കളുടെ ഈ നേതൃത്വത്തിൻ്റെ ഒരു വലിയ ഇടിവായി അത് കണക്കിലെടുക്കപ്പെടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ BJP നേതൃത്വത്തിനൊക്കെ അറിയാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ മത്സരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ മത്സരിക്കാതിരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ മത്സരിക്കാതിരുന്നാൽ ഉള്ള സംഭവം യഥാർത്ഥത്തിൽ ഇതൊരു വലിയ കൊടുക്കൽ വാങ്ങലാണെന്ന് LDFും UDFും ഒക്കെ തന്നെ കൃത്യമായി ആരോപിക്കുകയും പലപ്പോഴും BJPയുടെ ചിത്രത്തിലില്ലാതെ പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇനി BJPയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. 2011 BJPക്കുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെറും 3.3%. അതായത് 4425 വോട്ടുകളാണ് അവിടെ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 77.9%, അതായത് 1,36,000 വോട്ടുകൾ പോൾ ചെയ്യുമ്പോഴാണിത്. ഇനി 2014 ലോക്സഭയിലേക്ക് വരുമ്പോൾ BJPയുടെ വോട്ട് എന്ന് പറയുന്നത്, നിയമസഭകളിൽ നമുക്ക് ആദ്യം നോക്കാം. 2011 4425 വോട്ടുകളാണ്. 2016 വരുമ്പോൾ അത് 3.3 നിന്ന് 7.6 വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് 12,284 വോട്ടുകളായി വർദ്ധിച്ചു. അതിനുശേഷം പക്ഷേ 2021 വരുമ്പോൾ അത് 5% ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2016 നിന്നും 2021 വരുന്ന 5 കൊല്ലങ്ങൾ കൊണ്ട് BJPക്ക് 2.6% വോട്ടുകൾ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 4,000 വോട്ടുകൾ നഷ്ടപ്പെട്ടു. 12,284 8,595 ചുരുങ്ങി. അപ്പോൾ ഇതാണ് നിയമസഭകളിലേക്ക് അവരുടെ പെർഫോമൻസ്. വോട്ട് കുറയാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ലോക്സഭയിലേക്കുള്ള പെർഫോമൻസ് നോക്കിയാൽ 2014 ലോക്സഭയിലേക്ക് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2014 തന്നെ 9.68 ആണ്. 9.68. ആ 9.68 എന്ന് പറഞ്ഞാൽ 13,120 സീറ്റ് വോട്ടുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ അതിനുശേഷം 2019 ലോക്സഭയിലേക്ക് വരുമ്പോൾ അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. അവരുടെ വോട്ടുകളിൽ വലിയ കുറവുണ്ടായി. 10,749 വോട്ടുകൾ, കൃത്യമായി പറഞ്ഞാൽ 6.68%. ഇനി 2024 ലോക്സഭയിലേക്കാണ് ഏറ്റവും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ നേടിയതും ഏറ്റവും വലിയ വോട്ടുകൾ നേടിയതും. അത് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ്. 17,520 വോട്ടുകൾ നേടി 10.9%. അതായത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് നേടിയതെന്നാണ്. 2014 തന്നെ അവർ ഏതാണ്ട് 9.68% നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതിനേക്കാൾ 1% അല്ലെങ്കിൽ 1.3% കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു. 2024 ലോക്സഭയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് ഈ 10.9% മേടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് അത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും K. സുരേന്ദ്രൻ അവിടെ വോട്ടുകൾ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. നിലമ്പൂരിലെ മാത്രമാണ് ഞാൻ പറയുന്നത്. നിലമ്പൂർ വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബൈ ഇലക്ഷൻ അവിടെ നടന്നിരുന്നു. അത് രാജീവ് ഗാന്ധി അമേഠിയിലും വയനാടും മത്സരിച്ച് ജയിച്ചപ്പോൾ അമേഠി നിലനിർത്തിക്കൊണ്ടിട്ട് ഇവിടെ വയനാട് ഉപേക്ഷിച്ചു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് പിന്നീട് വന്ന് മത്സരിച്ചത്. ആ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിലും അവർ വലിയ കുഴപ്പമില്ലാതെ BJP പിടിച്ചിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി 67.8% വോട്ട് നേടിയപ്പോഴും CPM LDF ഒക്കെ അവിടെ തകർന്നടിഞ്ഞ് ഏതാണ്ട് 21.3% വോട്ടിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 29,911 വോട്ടിലേക്ക് LDF എത്തി. ആ LDF എത്തുമ്പോൾ 29,911 വോട്ടിലേക്ക് LDF എത്തുമ്പോൾ പോലും അവിടെ BJPക്ക് K. സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. 1% കുറഞ്ഞു, 9.7%.
13,655 വോട്ടുകൾ നിലനിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. LDF 29,911 വോട്ടുകൾ നേടാനായപ്പോൾ, അല്ലെങ്കിൽ അത്രയും കുറഞ്ഞപ്പോൾ പോലും യഥാർത്ഥത്തിൽ 13,555 വോട്ടുകൾ നിലനിർത്താൻ BJP കഴിഞ്ഞു. 17,000 വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ്. പക്ഷെ അതിൽ നിന്ന് വലിയ തോതിൽ ഇടിവുണ്ടായി. അപ്പം ഈ 9.7% വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിയോട് പോലും മത്സരിച്ച് അവിടെ നേടിയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഒരു വലിയ ഇടിവുണ്ടായാൽ അത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരനെയും പുതിയ ടീമിനെയും ഒക്കെ വല്ലാതെ ബാധിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പുതുപ്പള്ളി ആണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും ഒന്നും പലപ്പോഴും ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു പാർട്ടിക്ക് അങ്ങനെയൊന്നും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും എന്ത് ചെയ്യും എന്ന് പറയുന്ന വലിയ അവസ്ഥയിലാണ് BJP ഉള്ളത്. കാരണം ഒന്ന്, ഏറ്റവും കുറഞ്ഞത് അവർക്കൊരു 10% വോട്ടെങ്കിലും പിടിക്കണം. ഒരു 13,000 അല്ലെങ്കിൽ 15,000 വോട്ടെങ്കിലും BJPക്ക് പിടിക്കണം. ഇത്തവണ അങ്ങനെ പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJPയുടെ വോട്ടുകൾ അവിടെ കുറയും എന്നുള്ളത് ഏതാണ്ട് യാഥാർത്ഥ്യമാണ്. ആ കുറയാൻ മറ്റ് ചില കാരണങ്ങളൊക്കെ കൂടിയുണ്ട്. ആ കാരണങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറയുകയും BJPക്ക് അകത്ത് നിന്ന് തന്നെയുള്ള വി മുരളീധരൻ്റെ പക്ഷവും അതുപോലെ തന്നെ കൃഷ്ണദാസ് പക്ഷവുമായിട്ടുള്ള നിരവധി ആളുകളൊക്കെ തന്നെ ഇതിൽ പാരവെക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള നേരത്തെ കെ സുരേന്ദ്രൻ ആയിരിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള സംഘടനാ പ്രസിഡന്റുമാരാണ് അവിടെ ചുമതലയുള്ളത്. അവരാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ സംഘടന എങ്ങനെ ചലിപ്പിക്കുമെന്നൊന്നും ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായിട്ട് അറിയില്ല. സംഘടനയുടെയൊക്കെ പിടി മുഴുവൻ വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയൊക്കെ കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള ഒരു ചലഞ്ചായി സംഘടനക്കുള്ളിലെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ പുറത്ത് വോട്ടിനും ഒക്കെ മാറും എന്നുള്ളത് കൊണ്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഇമേജിന് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ മുന്നിൽ മങ്ങലേൽപ്പിക്കുമെന്നുള്ളത് കൊണ്ടും BJP വലിയൊരു ഊരാക്കുടുക്കിലാണ്. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് BJP. എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറികടക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കണം. രണ്ടാമത്തേത്, അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു 10% വോട്ടെങ്കിലും മേടിക്കാൻ കഴിയണം. അങ്ങനെ 10% വോട്ടെങ്കിലും മേടിക്കാൻ കഴിയണമെങ്കിൽ അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് വലിയ ഭഗീരഥ പ്രയത്നമാണെന്ന് BJPയുടെ കാര്യങ്ങൾ കൈയാളുന്ന രാജീവ് ചന്ദ്രശേഖരും അനൂപും അതുപോലെ ഷോൺ ജോർജും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.